നമസ്കാരം, എല്ലാവർക്കും സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഞാനിങ്ങനെ സതൻ മെനു നോക്കിയപ്പോൾ ഇതിനകത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വളരെ കുറച്ചാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന കൊഴുക്കട്ട നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരോട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടി റെഡിമെയ്ഡ് അരിപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ, അതായത് പച്ചരി പൊടിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വറുക്കണം. ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ റെഡിമെയ്ഡ് ഫ്ലോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഞാനത് വറുക്കുന്നില്ല. അപ്പോൾ അതിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയാൽ വയ്ക്കാം. അപ്പോൾ ഞാനിതിന് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ നെയ്യ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ വെള്ളം. അപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തിളച്ച വെള്ളം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മാവിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ നിൽക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം അടച്ചൊന്ന് വെക്കാം. അപ്പോൾ നന്നായിട്ട് മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ആ ആവിയിൽ, അതായത് ആ ചൂടിൽ കിടന്നിട്ട് നമ്മുടെ പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചില പേർക്ക് ഫില്ലിങ് നിറയെയുള്ള കൊഴുക്കട്ടയായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർ 1.25 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേ തേങ്ങയിലേക്ക് ഞാൻ ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുവാണ്. ഈ ശർക്കരയുടെ അളവെന്നുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര നന്നായിട്ട് ചൂടാക്കിയിട്ട് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ശർക്കര, അതായത് വെല്ലമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ചീകിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കരടൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇനി ഈ ചൂടിൽ കിടന്ന് നമ്മുടെ ശർക്കര ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ശർക്കര അത്യാവശ്യം നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ അപ്പോൾ അത് കാണാനും നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ നല്ല ബ്രൗൺ കളർ ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായും ചുക്കും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും, അതേപോലെ തന്നെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മുഴുവനായിട്ട് തണുത്തതിന് ശേഷം കുഴച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന ആ ഒരു ചൂടിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒട്ടും കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ ചെറുതായിട്ട് നനച്ചിട്ട് കുഴച്ചെടുക്കുക. അതേപോലെ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കണം നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു സ്പൂൺ വരെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇത് മടക്കിയിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവും ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം, മറന്നു പോകരുത്. അപ്പോൾ ഞാൻ കൊഴുക്കട്ടയൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് മാറ്റാം. അപ്പോൾ അത് സ്റ്റീമറിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഈ കൊഴുക്കട്ടയൊക്കെ സ്റ്റീമറിലേക്ക് മാറ്റുവാണ്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും സ്റ്റീം വന്ന് തുടങ്ങണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡ്രൈ ആയി പോവും, കുറച്ച് ഹാർഡായി പോവും നമ്മുടെ കൊഴുക്കട്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഞാൻ കൊഴുക്കട്ട ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കൊഴുക്കട്ടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ, മറക്കാതെ. അപ്പോൾ പതിവ് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്